തൂങ്കുഴി പിതാവിൻ്റെ സ്നേഹവും കരുതലും പ്രാർത്ഥനാ ചൈതന്യവും ഓർത്തെടുക്കുകയാണ് 1980 മുതൽ പിതാവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച സിസ്റ്റർ തെരേസ. ഞാൻ 1980 കോൺവെൻറ്റ് വന്നു. അന്ന് മുതലൊരു അപ്പനെ പോലെ സ്നേഹത്തോടെ, അന്ന് പറഞ്ഞ പേര് ഇന്നും പേര് തെരേസാണ്. അതുപോലെ തെരേസയെന്ന് വിളിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുക. സുഖമാണ് തെരേസെ. പിന്നെ എനിക്കൊത്തിരി വണ്ണം ഉണ്ടായി. പിതാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊഫഷൻ കഴിഞ്ഞ ഉടനെ ബിഷപ്പ് ഹൗസിൽ മേസിൻ്റെ ഇൻചാർജായിരുന്നു. അത് നോക്കുമ്പോൾ 4 മണിയാകുമ്പോഴേക്കും പിതാവ് ചാപ്പലിലായിട്ടൊക്കെ ഇട്ട് ഈ കാല് പുറകോട്ട് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഒത്തിരി എളിമയായിട്ട് അങ്ങനെ വിനീതോടെ അത് പിതാവ് ഞങ്ങളോടും പറയുമായിരുന്നു. 24 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിന്, അതിൽ 1 മണിക്കൂർ തമ്പുരാൻ ഇഷ്ടപ്പെട്ട ആ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് കൊടുക്കണമെന്ന് പറയുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ അത് പകർത്താറുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിലും ഏപ്രിൽ 1 കളിയാക്കുമായിരുന്നു. വിഡ്ഢികളുടെ നാളിൽ. പക്ഷേ പാറേക്കാട്ട് പിതാവൊക്കെ മെയ് 1 ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നത്. പിന്നെ എനിക്ക് ഇച്ചിരി കൊണ്ട് വണ്ണം ഉണ്ടാകുന്നേരം അത് അടുത്തിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കിയൊരു ഇങ്ങനെ പറയുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും, പിന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പേരൊക്കെ പറയുന്നതാണ് ഒരു ഇടയൻ്റെ കൂട്ട്, ഒരു അപ്പൻ്റെ കൂട്ട്. നല്ല സ്നേഹത്തോടെ ആ പേര് ഒരിക്കലും മറക്കാതെ എന്നും പറയും. സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു എളിയ ഒരു മനോഭാവം, അതുപോലെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയോടുള്ള ആ പ്രാർത്ഥനയും അത് ഞങ്ങൾക്കും മക്കളായ ഞങ്ങൾക്കും അത് പകർന്നു തരുമായിരുന്നു. ഞങ്ങളത് എൻ്റെ ജീവിതത്തിൽ ഞാനത് പകർത്താനായിട്ട് പിതാവിൻ്റെ വാക്കുകളൊക്കെ ഓരോന്നും പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്.